മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മറ്റ് 5 പ്രതികളെയും കാസർഗോഡ് ജില്ലാ കോടതി വെറുതെ വിട്ടു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും കള്ളക്കേസാണെന്നും നേരത്തെ മുതൽ സംസ്ഥാന BJP അധ്യക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നു. കോടതിയിലെ തന്റെ വാദഗതി അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പം പറയുന്നത്. മഞ്ചേശ്വരത്തെ BSPയുടെ സ്ഥാനാർത്ഥി സുന്ദരയെ കൈക്കൂലി കൊടുത്ത് പിൻവലിപ്പിച്ച് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. സുന്ദരയെ 2.5 ലക്ഷം രൂപയും കൊടുത്ത് ഒരു നല്ല മൊബൈൽ ഫോണും കൊടുത്ത് സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിച്ചു എന്നായിരുന്നു കോൺഗ്രസും ഇടതുപക്ഷവും ലീഗും പറഞ്ഞത്. അതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. കാരണം 2.5 ലക്ഷം രൂപ കൊടുത്തു, ഒരു മൊബൈൽ ഫോണും കൊടുത്തു. കൈക്കൂലിയുടെ ഭാഗം തന്നെയാണത്. എന്തായാലും ഈ കേസിനകത്ത് പരാതി കൊടുത്തത് വ്യക്തി ആ കേസുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും കോടതിയിൽ വന്നപ്പം ഇത് തകിടം മറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് പ്രതിയായി വന്നത് യുവമോർച്ചയുടെ സംസ്ഥാന ട്രഷറർ സുനിൽ നായക്, BJP സംസ്ഥാന സമിതി അംഗം ബാലകൃഷ്ണ ഷെഡ്ഡി, പ്രാദേശിക BJP നേതാക്കളായ സുരേഷ് നായിക്ക്, കെ മണികണ്ഠ റായി, ലോകേഷ് നോഡ, അങ്ങനെ 6 പേരായിരുന്നു ഈ കേസിനകത്ത് കെ സുരേന്ദ്രൻ അടക്കം പ്രതികള്. ഇത് കോടതിയിലെ ട്രയൽ നടന്നു. ഇപ്പോൾ കോടതി 6 പ്രതികളെ വെറുതെ വിട്ടു. ആസൂത്രിതമായി ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷവും കോൺഗ്രസും ലീഗും എല്ലാം കൂടെ ചേർന്ന് കെട്ടിച്ചമച്ച ഒരു കേസായിരുന്നു എന്ന് LDF സ്ഥാനാർത്ഥി കൊടുത്ത ഒരു കേസായിരുന്നു ഇത്. ഇതിനകത്ത് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് BSPയുടെ സ്ഥാനാർത്ഥി സുന്ദരയെ കക്ഷി ചേർന്നു. ഇത് അന്ന് വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം BSPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചെങ്കിൽ അത്രയും കൂടുതൽ വോട്ട് കെ സുരേന്ദ്രന് ലഭിക്കും എന്ന് കണക്കാക്കി അദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപയും കൊടുത്തു, ഒരു നല്ലൊരു മൊബൈൽ ഫോണും കൊടുത്ത് പിൻവലിപ്പിച്ചു എന്നായിരുന്നു. ഏതായാലും ആ അഴിമതി കേസ് ജില്ലാ സെഷൻസ് കോടതി തന്നെയാണ് ട്രയൽ വന്നത്. തുടക്കം മുതലേ അതിനകത്ത് BJPയുടെ അധ്യക്ഷൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇതിനകത്ത് യാതൊരു വാസ്തവമില്ല, ഇതിന് കെട്ടിച്ചമച്ച കഥയാണ്. തനിക്ക് വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു കഥ സൃഷ്ടിച്ചതാണ്. പരാതിക്കാരൻ LDFിലെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെയാണ്. ആ പരാതിക്കാരനെ സ്ഥാനാർത്ഥിയായതിനെ കോൺഗ്രസും ലീഗും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് തന്നെയല്ല, CPMലെ LDF ആള് കൊടുത്ത കേസിൽ തന്നെയാണ് ഇവരും സപ്പോർട്ട് ചെയ്തത്. പിന്നീട് BSPയിലെ സ്ഥാനാർത്ഥി സുന്ദര ഇതിനകത്ത് കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആ കേസിനകത്ത് താൻ നിരപരാധിയാണ്, തൻ്റെ കൂടെയുള്ള മറ്റ് 5 പേരും നിരപരാധികളാണ് എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് BJPക്ക് എതിരായിട്ടുള്ള, പ്രത്യേകിച്ച് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് കോഴ കേസ് ഇന്ന് വെറുതെ വിട്ടിരിക്കുകയാണ്.